സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. രാവിലെ തന്നെ നമ്മളെ ബീച്ചിൽ നല്ല തിരക്കും കാര്യങ്ങളും. സോ എന്താന്ന് വന്ന് നോക്കുമ്പോൾ ഇവിടെ നിറച്ച് മീനുകളാണ് ഗൈസ്. എന്തോ സീൻ നടക്കുന്നുണ്ട്, അല്ലാതെ ഇവിടെ മീൻ ഇങ്ങനെ ഒന്നും കിടക്കാറില്ല. പിന്നെ നമ്മുടെ ബോട്ടും കയാക്കൊക്കെ ഇവിടെ കെട്ടിടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയതിന് ശേഷം മീനുകളൊന്നും ഇങ്ങോട്ടേക്ക് വരാറില്ല. സോ എന്താ അറിയില്ല, എന്തോ സീൻ നടക്കുന്നുണ്ട് ഗൈസ്. എന്തായാലും ആയിക്കോട്ടെ, ഞാൻ ഇവിടെ ആൾക്കൂട്ടം കണ്ടപ്പോൾ വന്നതാണ്. ഇരുവഴിക്ക് ജസ്റ്റ് പോകുമ്പോൾ കണ്ടതാണ്. സോ എന്തായാലും ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ്. സോ നമുക്ക് ന്യൂസിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം, എന്നാലേ നമുക്ക് അറിയാൻ പറ്റൂ. സോ ഗൈസ്, നല്ല മഴക്കാർ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ ഈ ഒരു ഭാഗത്തല്ലെങ്കിലും അപ്പുറത്ത് നല്ല മഴക്കാരൊക്കെ കാണുന്നുണ്ട്. ഇതേ ഇവിടെ ഇപ്പം എത്തിയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് ന്യൂസ് നോക്കണം, എന്തെങ്കിലും സീൻ ഉണ്ടോയെന്ന് അറിയണമല്ലോ ഗൈസ്. ഏതോ ഡേഞ്ചർ ആയിട്ടുള്ള മീൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നോ ഗൈസ്, ഇതിന് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ചേടാ, ഇത് അതുതന്നെയാണോ ഗൈസ്? എനിക്ക് തോന്നുന്നു ഇത് അതല്ല, ഇത് വേറെ എന്തോ ഒന്നാണ്. ഇതാരോ ഇതിന് പിന്നിൽ കളിക്കുന്നുണ്ട്. സോ ഗൈസ്, എൻ്റെ കയ്യിലൊരു ഗാഡ്ജറ്റ് ഉണ്ട്. സോ ഇത് വെച്ച് ലൈറ്റ് അടിച്ചാൽ ആ ഒരു ഫിഷ് വരും എന്നുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഈ ഗാഡ്ജറ്റ് എൻ്റെ കയ്യിൽ കുറേ ആയി. സോ എന്തായാലും നമുക്കിതൊന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കണം. സോ ഗൈസ്, അപ്പോൾ ഞാൻ രാത്രി വന്നിട്ടുണ്ട്. അത് വർക്കാണോ അല്ലേന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ല, ആ ഒരു ഫിഷ് ഒറിജിനലാണോ അല്ലേന്ന് നോക്കാനാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും ഒറിജിനലാണ്. സോ എന്തായാലും നമുക്കൊന്ന് നീന്തിയിട്ട് കയറാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഗാഡ്ജറ്റിൻ്റെ പവർ നോക്കാനുള്ള ടൈമായി. സോ വരുമല്ലേന്നൊന്നും ഐഡിയ ഇല്ല. സോ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ലൈറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും മാറ്റമൊന്നും തോന്നില്ല ഗൈസ്. വെയിറ്റ് ചെയ്തൊക്കെ വരുമല്ലെന്ന് അറിയണമല്ലോ. ഒന്നും കാണില്ല. അയ്യോ എൻ്റെ പൊന്നോ ഗൈസ്, ആ മീൻ താണ്ടെ. എടേ, ന്യൂസിൽ കണ്ടപ്പോൾ അത് ചെറിയൊരു മീനായിരുന്നു. ഇതിപ്പോൾ ഇത്രയും വലുതായോ ഗൈസ്? ഇത് ഈ ലൈറ്റിൻ്റെ മുന്നിൽ അതിൻ്റെ ആ തലമത്തെ സാധനം അവിടെ ഇട്ട് ആട്ടി കളിക്കുന്നുണ്ട്. ഇതെന്തത്? ചേട്ടാ, ഇതാ മീൻ തന്നെ. എൻ്റെ പൊന്നോ, ഇതെന്ത് സാധനം? അയ്യോ അയ്യോ ഗൈസ്, ഓടി ഓടി കയങ്ങി. അയ്യോ, അതെന്ത് സാധനം? എവിടുന്ന് വന്നെന്ന് കണ്ടില്ല. എൻ്റെ പൊന്നോ. അയ്യോ ഗൈസ്, ന്യൂസ് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഗൈസ്, നോക്കട്ടെ. എവിടെ ഗോഡ്സില? എൻ്റെ പൊന്നോ, എടേ, ഇത് വീണ്ടും വന്ന ഇവിടെ ഗൈസ്. ഇവിടെ എന്തൊക്കെയാണ്? ഒന്നൊരു മീൻ, ഏതോ മോൺസ്റ്റർ ആയിട്ടുള്ളൊരു സാധനം. എനിക്ക് എൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല ഗൈസ്. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഏതോ കാണാത്ത എന്തോ ഒരു സാധനം പല്ലിയുടെ പോലെ എങ്ങാണ്ട് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതേ ഗോഡ്സില ഗൈസ്, ആകെ പണി കിട്ടി. നമുക്ക് എന്തായാലും ഈ സിറ്റി വിട്ട് പോകുന്നതാണ് നല്ലത് ഗൈസ്. എന്നാലും ആ ഗോഡ്സില എവിടേക്ക് പോയെന്ന് അറിയില്ല, ഇതിനെ കാണാനില്ല. എൻ്റെ പൊന്നോ ഗൈസ്, ദാണ്ട്ര ഗോഡ്സില ഗൈസ്. നമുക്ക് അതിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. എവിടെ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ അത് ഇത്രയും വലുതാണ്. അപ്പോൾ അതിൻ്റെ അടുത്തെത്തുമ്പോൾ അത് എത്രമാത്രം വലുപ്പം ഉണ്ടാവും. എൻ്റെ പൊന്നോ ഗൈസ്, എനിക്ക് പേടിയാവുന്നുണ്ട് ഒന്നാമത്. സോ എങ്ങാനും എന്നെ മാത്രം അത് അറ്റാക്ക് ചെയ്യുമോയെന്ന് അറിയില്ല. ഓക്കെ, ഇതാ നിൽക്കുന്നത്. എവിടെ ഗൈസ്, ഇത് പെട്രോൾ പമ്പിൻ്റെ അവിടേക്ക് എത്തിയിട്ടോ. ഞാൻ അവിടേക്ക് പോയപ്പോൾ അത് ഇങ്ങോട്ട് വന്ന് എടെ അത് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നോ, ഇതെന്താ ഈ സിറ്റിയിൽ നിന്ന് ഇന്നെ മാത്രം നിനക്ക് കിട്ടി? ഷെടാ ഗൈസ്, ആകെപ്പെട്ട് ഗൈസ്. ഇനി ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരേ ഒരു സ്ഥലമുള്ളൂ, ഈ ഒരു റാമ്പ്. ഇതിൽ വീണാൽ തീർന്ന് ഗൈസ്. എൻ്റെ വണ്ടിയിൽ പെട്രോൾ ഇല്ല, തീർന്നു കേട്ടോ ഗൈസ്. ഞാൻ ആ പെട്രോൾ പമ്പിൽ നിന്ന് അടിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. ദാ വരുന്നടേ ഗൈസ്, അതിവിടെ അടുത്തെത്തി. അയ്യോ ഗൈസ്, ജസ്റ്റ് മിസ്. ഓക്കെ, വണ്ടി ആദ്യം ഒന്ന് കയറ്റിയിടട്ടെ, എന്നിട്ട് മതി നമുക്ക് ഇറങ്ങി നടക്കലും കാര്യങ്ങളൊക്കെ. സോ വണ്ടി സേഫ് ആക്കിയിട്ട് വേണം നമുക്ക് അതിനെ പോയിട്ടൊന്ന് കളിപ്പിക്കാം. അയ്യോ ശരി, ഇപ്പം താഴെ പോയേനെ ഗൈസ്. ഇനി നമുക്ക് അതിനൊരു പണി കൊടുക്കാം. എവിടെയാണെന്ന് അറിയില്ല. ഓക്കെ, ഇവിടെ എവിടെയോ ഉണ്ടായി. ഇതേ കറങ്ങുന്നത്. ഓക്കെ, ഞാൻ എവിടേക്കാണ് ഈ വെടിയേക്കുന്നത് ഗൈസ്? ഇവിടെയാണത്. ഓക്കെ, കൊണ്ട് കുറേ കൊള്ളുന്നുണ്ട്. ഈ ബുള്ളറ്റ് ഒരു സെക്കൻഡിൽ 5-6 ബുള്ളറ്റാണ് ഒരാളെ മേത്ത് കയറുക. ഇതെന്തോ മോട്ടർ ഓണാക്കിയ പോലെ കിടന്ന് കറങ്ങുന്നത്. എടേ, എനിക്ക് മര്യാദക്ക് വെടിയേക്കാൻ പറ്റുന്നില്ല. നീ ഒരു സ്ഥലത്തൊന്ന് നിന്ന് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. തീർന്ന് ഗൈസ്, ഇതിൻ്റെ കാര്യം തീർന്ന് ഗൈസ്. ഇവിടെ ഞാൻ ഗോഡ്സിലയുടെ കുറച്ച് ബ്ലഡ് എടുത്ത് കൊണ്ടുപോവാണ്. സോ സയൻറ്റിസ്റ്റിന് എന്തിനോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എങ്ങാണ്ടാണ്. സോ എന്തായാലും എന്നോട് കുറച്ച് എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഓക്കെ, ഇതേ നമ്മൾ കുറച്ച് അത്യാവശ്യം എടുത്തിട്ടുണ്ട്. സോ ഇത് ഇനി നേരെ നമുക്ക് സയൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ഗൈസ്, വിളിച്ചപ്പോൾ സയൻറ്റിസ്റ്റ് എന്നോട് പറഞ്ഞു അത് എൻ്റെ മേലിൽ ഇഞ്ചെക്ട് ചെയ്യാൻ ഗൈസ്. എന്തിനാണെന്ന് അറിയില്ല, ഞാൻ എന്തായാലും ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്നു ഗൈസ്, ഞാൻ ഗോഡ്സിലായി ഗൈസ്. ഇതിന് വേണ്ടിയിട്ടാണ് സയൻറ്റിസ്റ്റ് എന്നോട് ഇഞ്ചെക്ട് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ പല്ലിതാണ്ടേ കള്ളം, നിനക്കിട്ട് പണി തരാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും സയൻറ്റിസ്റ്റ് എന്നോട് ഇത് ഇഞ്ചെക്ട് ചെയ്യാൻ പറയുന്നത് ഗൈസ്. എന്തായാലും എനിക്കിട്ട് ഇവൻ ഇന്നലെ പണി തന്നല്ലേ, ഇവനെ കുറച്ച് വട്ടം കറക്കട്ടെ. നിനക്ക് ഇന്നലെ എന്തായിരുന്നുടാ?
ഗൈസ് ഞാൻ ഇന്നലെ വിചാരിച്ചാണ് ഇവൻക്കിട്ട് എന്തെങ്കിലും പണി കൊടുക്കണം. സോ അത് ഇന്നാണ് സാധിച്ചത്. ഇവൻ്റെ ക്യാരക്ടർ ഞാൻ ഇവിടെ വെച്ച് തീർക്കുകയാണ്. സോ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ശരി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ തന്നെ പിടിച്ചേക്കുക. പിന്നീട് വന്ന് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ.